നമ്മുടെ എക്സാംസ് ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഗ്രാമറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണമാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ളത്. അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചാലോ. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് കാര്യമായിട്ട് ടെൻസിൽ വരുന്ന ചേഞ്ചസ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കാം, നമ്മുടെ പ്രസന്റ് ടെൻസിലുള്ള എല്ലാം എന്താവും, അതിൻ്റെ തന്നെ പാസ്റ്റ് ടെൻസിലേക്ക് മാറും. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം. പ്രസന്റ് ടെൻസിലുള്ളതെല്ലാം പാസ്റ്റിലേക്ക് കൺവേർട്ട് ആവും. ആൻഡ് പാസ്റ്റിലുള്ളതിന് നമ്മളൊരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്, അതിനെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ പറയാണ് നാനിക സെഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ഹിസ് റിപ്ലൈ. അപ്പൊ നിങ്ങൾ ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യും? നമ്മൾ പറയും നാനിക സെഡ് ദാറ്റ്. ഓക്കെ, നാനിക പറഞ്ഞു അല്ലെ, നാനിക സെഡ് ദാറ്റ് ഐ ആം വെയിറ്റിംഗ് ഫോർ ഹിസ് റിപ്ലൈ. അപ്പൊ നമ്മൾ എന്ത് നോക്കും? ഐ ആം അല്ലെ, അപ്പൊ അതിന്റെ പാസ്റ്റ് എന്താ? ആദ്യം ഐനെ മാറ്റി നമ്മൾ ഷീ ആക്കും. ആം വെയിറ്റിംഗ് ഫോർ ഹിസ് റിപ്ലൈ വിൽ ഗെറ്റ് കൺവേർട്ടഡ് ടു വാസ് വെയിറ്റിംഗ് ഫോർ ഹിസ് റിപ്ലൈ. അവന്റെ റിപ്ലൈനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, കണ്ടോ, ഈസി ആയിട്ട് മാറ്റി. അപ്പൊ ഇതേപോലെ ഇപ്പൊ നമുക്ക് സിമ്പിൾ പ്രസന്റിലാണ് വരുന്നത്. നാനിക സെഡ് ഐ വെയിറ്റ് ഫോർ ഹിസ് റിപ്ലൈ ആണെങ്കിൽ ഹി വെയിറ്റഡ് ഫോർ ഹിസ് റിപ്ലൈ. അല്ലെങ്കിൽ ഐ ഹാവ് വെയിറ്റഡ് ഫോർ ഹിസ് റിപ്ലൈ ആണെങ്കിൽ ഹി ഹാഡ് വെയിറ്റഡ് ഫോർ ഹിസ് റിപ്ലൈ. അപ്പൊ അതേപോലെ എന്തൊക്കെയാണോ പ്രസന്റ് ടെൻസിലുള്ളത് അതിന് നമ്മൾ അതിൻ്റെ തന്നെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റും. എന്നാൽ ഇനി പാസ്റ്റ് ടെൻസിലാണെന്ന് വിചാരിക്കുക. ഇപ്പൊ നമ്മുടെ സിമ്പിൾ പാസ്റ്റിലാണ്. ഐ എയ്റ്റ് ആപ്പിൾ എന്താവും? ഷീ ഹാഡ് ഈറ്റൻ ആപ്പിൾ. പാസ്റ്റ് പെർഫെക്റ്റിലേക്ക്, അതായത് പാസ്റ്റിന്റെ പാസ്റ്റിലേക്ക് മാറും. ഐ വാസ് ഈറ്റിംഗ് ആപ്പിൾ, ഷീ ഹാഡ് ബീൻ ഈറ്റിംഗ് ആപ്പിൾ എന്നാവും. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഐ വാസ് ഈറ്റിംഗ് റാമൻ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് പറയും? റിഹാന സെഡ് ദാറ്റ്. ആരായി? റിഹാനയാണ്. ഷീ വാസ് ഈറ്റിംഗ് ഓൾറെഡി പാസ്റ്റിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഹാഡ് ആഡ് ചെയ്യും അല്ലേ. ഷീ ഹാഡ് ബീൻ ഈറ്റിംഗ് റാമൻ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റോഹൻ സെഡ് ഐ ഹാഡ് ബീൻ സിറ്റിംഗ് ഇൻ ദിസ് സീറ്റ്. അപ്പൊ റോഹൻ ഓൾറെഡി എന്താ പറഞ്ഞത്? റോഹൻ പറയാണ് റോഹൻ സെഡ് ദാറ്റ്. റോഹൻ സെഡ് ദാറ്റ് ഐ ഹാഡ് ബീൻ എന്താവും? ഹി ഹാഡ് ബീൻ. സെയിം, വലിയ ചേഞ്ച് ഒന്നുമില്ല. ഹി ഹാഡ് ബീൻ സിറ്റിംഗ് ഇൻ ദിസ് സീറ്റ് എന്താവും? ഇൻ ദാറ്റ് സീറ്റ്. ഇൻ ദാറ്റ് സീറ്റ്. Next question, Rohan said I wanted him here. Again past. Rohan said that I ആരാണ്? റോഹൻ ആണ് അല്ലെ. he wanted, നമുക്കറിയാം സിമ്പിൾ പാസ്റ്റ് ആണ്. എന്തിലേക്ക് കൺവേർട്ട് ആവും? had wanted. had wanted. yes, had in that's it. ഞാൻ പറഞ്ഞില്ല, had wanted him. എവിടെ? ഹിയർ എന്താവും? there. ഓക്കെ, ഇനി നമുക്ക് യൂഷ്വലി വരുന്ന നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിലുള്ളതാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസസ് ലൈക്ക് ക്വസ്റ്റ്യൻ സെന്റൻസസ്. അപ്പോൾ ക്വസ്റ്റ്യൻ സെന്റൻസസ് എത്ര ടൈപ്പ് ഉണ്ടാവും? ക്വസ്റ്റ്യൻ സെന്റൻസസ് 2 ടൈപ്പ് ഉണ്ടാവും അല്ലേ. WH ക്വസ്റ്റ്യൻസും ആവാം, ഹെൽപ്പിംഗ് വേർബ് ക്വസ്റ്റ്യൻസും ആവാം. ഇപ്പോൾ WH ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ ആ WH ക്വസ്റ്റ്യൻസിനെ അതേപോലെ വെക്കും. ഹെൽപ്പിംഗ് വേർബ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ അതിൽ ഇഫ് ഓർ വെദർ ആഡ് ചെയ്യും. ഇത് ഓർത്ത് വെച്ചാൽ മതി. ബാക്കി എല്ലാ പോളിസീസും സെയിം തന്നെയാണ്. ഇപ്പൊ ദാ റാം ചോദിക്കുകയാണ് വേർ ഇസ് ഷീ ഫ്രം. അപ്പൊ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും? റാം ആസ്ക്ഡ് വേർ, അതേപോലെ എഴുതാ വേർ. എന്നിട്ട് നമ്മൾ ഇതാ ഇതിൽ പ്രൊനൗൺ ആയ ഷീ ആണ് അല്ലേ. വേർ ഷീ ഇസ് ഫ്രം. ഇസിന്റെ പാസ്റ്റ് എന്താ? വാസ്. വേർ ഷീ വാസ് ഫ്രം. ആൻഡ് ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റാം ആസ്ക്ഡ് വേർ ഷീ വാസ്. ഓക്കെ, അത് ആൻസർ ആണ്. റാം ക്യാൻ യു ഹെൽപ്പ് മീ. അപ്പം അത് നമ്മൾ എങ്ങനെ എഴുതും? റാം ആസ്ക്ഡ് ക്യാൻ യു അല്ലേ, WH അല്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇഫ്, പിന്നെ യു അല്ലേ. ഇഫ് ഐ, ക്യാൻ്റെ പാസ്റ്റ് എന്താ? കുഡ്. ഇഫ് ഐ കുഡ് ഹെൽപ്പ് ഹിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, she asked where are you going. Ram replied I am going to the market. അപ്പോൾ ഇതിനെ യൂഷ്വലി നമുക്ക് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ. she asked Ram
എന്ത് വേർ ആർ യു ഗോയിങ് വേർ എഴുതി ഓക്കെ യു അല്ലേ ഹീ എഴുതി ആർ ഗോയിങ്ങിൻ്റെ പാസ്റ്റ് വാസ് ഗോയിങ് വേർ ഹീ വാസ് ഗോയിങ് ആൻഡ് അതിൻ്റെ റിപ്ലൈ എന്താ നമ്മൾ പറയും റാം റിപ്ലൈഡ് ദാറ്റ് എന്താ റിപ്ലൈ ചെയ്തത് ഐ എം ഗോയിങ് ടു ദ മാർക്കറ്റ് അപ്പോൾ ഹി ആം ഗോയിങ്ങിൻ്റെ പാസ്റ്റ് വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ് ഓക്കെ മൂവിങ് ഓൺ She asked, where do you live? അപ്പോൾ എന്താ she asked where you എന്താ I do live ന്റെ past എന്താ lived where I lived. Next question, she asked, have you finished your homework? അപ്പോൾ നമ്മൾ പറയും she asked if I have in the past had finished my homework. Okay. അടുത്തത് ഇനി നമുക്ക് വരുന്ന ടൈപ്പ് സെൻറ്റൻസസ് ആണ് ലൈക്ക് ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഒരു ഓർഡർ ഒരു റിക്വസ്റ്റ് ഒക്കെ വരികയാണെന്ന് വിചാരിക്കുക അപ്പം നമ്മൾ എങ്ങനെ പറയും ഷീ ടോൾഡ് മീ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം ഷീ ഓർഡേർഡ് മീ അല്ലേ ഷീ ടോൾഡ് മീ ക്ലോസ് ദ ഡോർ അല്ലേ ഇവിടെ നമ്മളൊരു ടു ആഡ് ചെയ്യും ഷീ ടോൾഡ് മീ ടു close the door അപ്പോൾ നമുക്കൊരു 2 ക്വസ്റ്റ്യനും കൂടി ചെയ്തു നോക്കാം grandfather don't touch the baby squirrel grandfather told the boy പിന്നെന്താ നമ്മൾ ആഡ് ചെയ്യും ഡോണ്ട് ടച്ച് എന്നല്ലേ ഒരു കാര്യം ചെയ്യാനാണ് പറയുന്നത് അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കാനാണ് പറയുന്നത് ടു ഡോണ്ട് ആയതുകൊണ്ട് ടു നോട്ട് ടച്ച് the baby squirrel. അപ്പോൾ the boy replied that I will not touch him എന്താവും that he would not touch them. Okay. Grandmother, did you see my knitting? Grandmother asked grandfather if he did see if he had saw her knitting. Grandfather replied grandfather replied negatively. Grandfather എങ്ങനെയാ no എന്നാണ് പറഞ്ഞത് അല്ലേ അപ്പോൾ grandfather replied negatively and said that he didn't see it ആവുമ്പം he hadn't seen it. ഇവിടെ ഞാൻ so ആണ് എഴുതിയത് ഇവിടെ എന്താ വരിക seen ആണ് വരിക okay if he had seen her knitting grandfather replied negatively and said he hadn't seen it. Okay, clear ആണല്ലോ അപ്പോൾ ദാ നിങ്ങൾക്കുള്ള ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് ടു എൻഷുർ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലായി എന്നുള്ളത് she said sit down അപ്പോൾ she said sit down എന്നുള്ളതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം താഴെ കമൻറ്റ് ചെയ്യണം ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം